ഇന്റേണൽ ഓർഗൻസ് എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഹാർട്ട്, ലിവർ, കിഡ്നി എല്ലാം സർജറി ചെയ്ത് മാറ്റാം. അതിനുശേഷമുള്ള ജീവിതം അവരെങ്ങനെ ജീവിക്കുന്നെന്ന് ആ സർജറി കഴിഞ്ഞ വ്യക്തിയോട് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചു പോയാണ്. പെൺകുട്ടികളുള്ള പാരന്റ്സ് കമ്പൽസറി ആയിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷനിൽ ആ കുട്ടിയെ ഒരു സിറ്റുവേഷൻ വന്നാൽ രക്ഷപ്പെടാനുള്ള വിദ്യ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അവരെ ഒന്നും പഠിപ്പിച്ചില്ലെന്ന് പറയും. ഈച്ച് ആൻഡ് എവരി ടൈം നാല് ചുറ്റും പതിഞ്ഞിരിക്കുകയാണ് ശത്രുക്കൾ. സാഹചര്യം മണ്ണിലിറങ്ങി മണ്ണിൽ കളിച്ച് വേർത്ത് കുളിച്ച് റിഫ്രഷ് ആവണം. ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ, ഇന്ററാക്ഷൻ, ഫ്രണ്ട് സർക്കിൾ, ഇൻഡോർ, ഔട്ട്ഡോർ. ഞാൻ ഈ സംസാരിക്കുന്ന പോലും എനിക്ക് കളറിയിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്. 100 കിലോ വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഒരു പനിയോ ഒരു ജലദോഷമോ പരിസരത്ത് കൂടെ പോയാൽ നമ്മൾ ഓട്ടോമാറ്റിക് ബോഡി പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും, റിയാക്ഷൻ ആവും, ഇമ്മ്യൂണിറ്റി ഇല്ല. എന്തുകൊണ്ട്? എല്ലാ പാരന്റ്സിനും പറയാണ് നിങ്ങൾ 7 വയസ്സ് 8 വയസ്സൊന്നും പോണ്ട, 5 വയസ്സുള്ളപ്പം കുട്ടിയെ കൊണ്ട് കളരിയിടൂ. ഷോർട്ട് ഡിസ്റ്റൻസ് അറ്റാക്ക് ഈസ് വെരി ഡേഞ്ചറസ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സ്പേസ് യു ക്യാൻ റൺ അവേ. നമ്മൾ ഒരാൾക്ക് സ്ട്രക്ക് പേഴ്സൺ ആസ് എ പാരാലിസ്ഡ്, ഒരു വ്യക്തി തളർന്നു, ഒരു മർമ്മം ഏൽപ്പിക്കും, ആൾ തളർന്നുപോയി, അടുത്ത മർമ്മ സ്റ്റിമുലേഷൻ കൊടുത്ത ആ വ്യക്തി റിക്കവർ ചെയ്യും. ഈ വിദ്യ എവിടെയുണ്ട്? ഈ കാലത്തെ പ്രണയങ്ങൾ മാത്രമല്ല പബ്ലിക്കിന്റെ മുമ്പിൽ ആൾക്കാരായിട്ട് കത്തിക്കുന്നത്, കുത്തിക്കൊല്ലുന്നത് കുട്ടികളിൽ. കാരണം മാനസികമായ വൈകൃതങ്ങൾ. ഇപ്പൊ നമ്മൾ കോവിഡ് വന്നു, പോസ്റ്റ് കോവിഡ് സൈഡ് എഫക്ട് സിൻഡ്രം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ലങ്സിലാണ്. നിങ്ങൾക്കൊരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഐ ക്യാൻ യൂസ് 1 finger against your force. ഇത് കളരിയിൽ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ കണ്ടുവരുന്ന വേറൊരു വിഷയം എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ കാലത്തിൽ ഏറ്റവും കൂടുതൽ ബോയ്സ് ആണ് കളരിപ്പയറ്റ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായി നേരെ തിരിച്ചൊരു മാറ്റം സംഭവിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കളരി വരുന്നത് ബോയ്സ് അല്ല, ഗേൾസാണ്, ലേഡീസ് ആൻഡ് പാരൻസ്. കുട്ടികൾ മാത്രമല്ല, പാരൻസ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞൊരു മെസ്സേജാണ്, ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ റിഫ്ലെക്സ് ആക്ഷനിലൂടെ രക്ഷ തേടാനുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സമൂഹത്തിൽ അവർ ഇത്രയും വർഷമായി ചൂഷണം ചെയ്യപ്പെടുന്നത്. അതാണ് അതിലെ മെയിൻ കണ്ടന്റ്. കാരണം അവർക്ക് വേണ്ടിയുള്ള നമ്മൾ നന്നായി ഹൈടെക് എഡ്യൂക്കേഷൻ. എൻ്റെ കളരി വരുന്ന കുട്ടികൾ ഞാൻ കാണുന്ന കൂടെ ഇന്റർനാഷണൽ ലെവലിലുള്ള എഡ്യൂക്കേഷനാണ് സമൂഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ എഡ്യൂക്കേഷനിൽ ഓട്ടോമാറ്റിക് ഈ കുട്ടികളെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നില്ല. സ്കൂൾ തലത്തിലാണെങ്കിലും വേറെ ഏത് തലത്തിലാണെങ്കിലും. പക്ഷെ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള വിദ്യാഭ്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. അതും കൂടെ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാനോ അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യാനോ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഓട്ടോമാറ്റിക് നമ്മൾ മെയിൻ ആയിട്ട് ഊന്നൽ കൊടുക്കേണ്ടത്. പക്ഷേ മുമ്പത്തെക്കാൾ ഫാർ ബെറ്റർ ഇപ്പോൾ കുട്ടികളും അവരുടെ അച്ഛനും അമ്മമാരും ഓട്ടോമാറ്റിക്കായിട്ട് കളരിയിൽ കൂടുതൽ വന്നു തുടങ്ങിയിരിക്കുന്നത്. അതൊരു നല്ലൊരു സൈനാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഒരു 20 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഈ ലേഡീസ് മനസ്സിലാക്കുന്നത്. എൻ്റെ കളരിയിൽ വരുന്ന മെജോറിറ്റി കുട്ടികൾ ലേഡീസ് ആഫ്റ്റർ 20 കഴിയുമ്പോൾ വിചാരിക്കും ഓക്കെ കൊള്ളാം, എനിക്കിത് പഠിച്ചേ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച്. അപ്പോൾ വരുമ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നാൾ പഠിക്കാത്തത്? അപ്പോൾ അവർ പറയും സാർ കൊച്ചിനെ പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു, രണ്ടാമത് പാരൻസ് അതിന് സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ള വേണ്ട ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വന്നത്. അപ്പോൾ അത് കുട്ടികളിൽ പറയുന്ന മെസ്സേജ് ഞാൻ കേൾക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പാരൻസിനും പറയാണ് നിങ്ങൾ 7 വയസ്സ് 8 വയസ്സൊന്നും പോണ്ട, 5 വയസ്സുള്ളപ്പം കുട്ടിയെ കൊണ്ട് കളരിയിടൂ. പെൺകുട്ടികൾ 10 വയസ്സ് 15 വയസ്സ് 10ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ അവനൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ടിപ്സ് കൊടുക്കാം. ഞാൻ റെഡി. നിങ്ങൾ ഓട്ടോമാറ്റിക് ആ കുട്ടികൾ ഇത്ര 5 വർഷം നമ്മൾ ഈ പ്രായത്തിൽ 10 വയസ്സ് കിട്ടിയ 15 വയസ്സ് 5 വർഷം നമ്മളെ കൈ കിട്ടും. ആ സമയത്ത് ഓട്ടോമാറ്റിക് ഈസിയായിട്ട് പഠിപ്പിക്കാൻ സാധിക്കും. ഇത് കിട്ടുന്നതല്ല ആഫ്റ്റർ 25, 30, 35. അപ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക കുട്ടികളെ, പെൺകുട്ടികൾക്ക് ഓട്ടോമാറ്റിക് കളരിപ്പയറ്റ് വന്ന് പഠിച്ചെടുക്കാനുള്ള. കാരണം എൻ്റെ കളരിയിൽ വരുന്ന പെൺകുട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സ് 20 വയസ്സുള്ള കുട്ടികൾക്ക് ഞാൻ ബേസിക് പച്ച സത്യം പറയാണ്, ബേസിക് മർമ്മവിദ്യ ഞാൻ പഠിപ്പിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ. കാരണം നോർമലി ജെൻ ബേസ് നോക്കുമ്പോൾ പുരുഷന്മാരാണ് ആരോഗ്യം കൂടുതൽ, എക്സെപ്ഷണൽ കേസ് മാത്രമേ ഉള്ളൂ ലേഡീസ്. അപ്പോൾ സാധാരണ നമ്മൾ സമൂഹത്തിനും പുറത്തും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് എപ്പോഴും ലേഡീസ് എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടത് പുരുഷന്മാരുമായിട്ടാണ്, മെയിലുമായിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. ഈ വരുന്നവർ മെജോറിറ്റി മെയിലായിട്ട് വരുന്നവരാരാണ്? ഡ്രഗ്സ് യൂസ് ചെയ്തവരാണ്. സാധാരണ മെയിനായിട്ട് ഡ്രഗ് യൂസ് ചെയ്ത മെയിലാണ് പുരുഷന്മാരാണ് വരുന്നത്. ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ അറ്റ് ദാറ്റ് ടൈം അവൻ്റെ എനർജിയിൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് അപ്പ് ആവും. അവൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് നമുക്ക് താരാട്ടുപാടി ഉറക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ പണ്ട് കാലങ്ങളിൽ. അപ്പോൾ അവർ വരും, നമ്മൾ റിയാക്ട് ചെയ്യണം. ആ റിയാക്ട് ചെയ്യണമെങ്കിൽ അവർക്ക് കോൺഫിഡൻറ്റ് വേണം. കോൺഫിഡൻറ്റ് വേണമെങ്കിൽ ഫിയർ മാറണം. ഫിയർ മാറണമെങ്കിൽ അവരിൽ അഭ്യാസം ഉണ്ടായിരിക്കണം, ടെക്നിക്ക് ഉണ്ടായിരിക്കണം. ഷോർട്ട് ഡിസ്റ്റൻസ്, നമ്മളൊരു ഷോർട്ട് ഡിസ്റ്റൻസിൽ നിന്ന് രക്ഷപ്പെടാനാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കാരണം ഷോർട്ട് ഡിസ്റ്റൻസ് അറ്റാക്ക് ഈസ് വെരി ഡേഞ്ചറസ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സ്പേസ് യു ക്യാൻ റൺ അവേ. അതർവൈസ് യു ക്യാൻ യൂസ് മെറ്റീരിയൽ നിയർ ബൈ സ്റ്റോൺ സ്റ്റിക്ക് എക്സെട്രാ. ഒരു പുറത്തു പോയാൽ ഓടി രക്ഷപ്പെടാം, അല്ലെങ്കിൽ കമ്പെടുത്ത് അടിക്കാം. ഒരു ഷോർട്ട് ഡിസ്റ്റൻസ്, ഒരു നാരോ പാസേജ്, ഒരു ലിഫ്റ്റ്, ഒരു ട്രെയിൻ യാത്ര, ഒരു ബസ് യാത്ര, ഒരു ഓഫീസ് റൂം, ഇവിടെ വെച്ച് അറ്റാക്ക് കിടന്നാൽ ഹൗ ടു എസ്കേപ്പ്? ടെക്നിക് മസ്റ്റ് ബി യൂസ്. ടെക്നിക്കിലാണ് അവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് നിങ്ങൾ മനസ്സിലാക്കുക, കുട്ടികളെ കളരി കൂടുന്ന ടെക്നിക്സ് പഠിപ്പിക്കൂ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് പോലീസും എല്ലാം വരുന്നത്, എല്ലാം കഴിഞ്ഞിട്ടാണ്.
ആ സമയം രക്ഷപ്പെടാനുള്ള ഇത്രയും അമേസിംഗ് ആയ വിദ്യ നമ്മളെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്തിനാ പുറകിലോട്ട് പോകുന്നത്? കളരി അഭ്യാസം എല്ലാ ഗുരുനാഥന്മാരും റെഡിയാണ് പഠിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഓട്ടോമാറ്റിക് ഇത് മറ്റു ആയോധന കലകളിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ ആധുനിക കാലമാണ്. ഇതിനകത്ത് ഇല്ലാത്ത കാര്യം അറിയത്തില്ല. കാരണം ഇത്രയും വെപ്പൺസ്. രണ്ടാമത് നമ്മൾ ഒരാൾക്ക് വെച്ച് സ്ട്രക്ക് പേഴ്സൺ ആസ് എ പാരാലിസിഡ്, ഒരു വ്യക്തി തളർന്നു, ഒരു മർമ്മം ഏൽപ്പിക്കും, ആൾ തളർന്നുപോയി, അടുത്ത മർമ്മ സ്റ്റിമുലേഷൻ കൊടുത്ത ആ വ്യക്തി റിക്കവർ ചെയ്യും. ഈ വിദ്യ എവിടെയുണ്ട്? ലോകത്തിൽ എവിടെയുണ്ട്? നിങ്ങളുടെ ശരീരം ഒടിഞ്ഞു, ചതഞ്ഞു, നീർക്കെട്ട് വന്നു, ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് റിക്കവർ ചെയ്യാനുള്ള മെഡിസിൻ വേറെ എവിടെ ഉണ്ടോ? ഇത് രണ്ടുമുള്ള ആയോധനകളിൽ ലോകത്ത് വേറെ ഒന്നുമില്ലെന്നേ. ഇത്രയും ലാർജായിട്ട് പോയി സംഭവമാണ്. അതിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെൺകുട്ടികളുള്ള പാരൻസ് കമ്പൽസറി ആയിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്ന എഡ്യൂക്കേഷനിൽ ആ കുട്ടിയെ ഒരു സിറ്റുവേഷൻ വന്നാൽ രക്ഷപ്പെടാനുള്ള വിദ്യ പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അവരെ ഒന്നും പഠിപ്പിച്ചില്ലെന്ന് പറയും. ഒരു ഡോക്ടർ, ഉദാഹരണം എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. ഒരു ഡോക്ടറിന് ഓട്ടോമാറ്റിക്കായി 2 പ്രിസൺസിലെ കൊണ്ടുവന്ന ഡോക്ടറെ ട്രീറ്റ് ചെയ്യാൻ സമയത്ത് ഡോക്ടറെ കുത്തി ആൾ മരിച്ചു. നിങ്ങൾ ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും, മനസ്സിലായേ? അത് കഴിഞ്ഞ് അടുത്ത മാസം എൻ്റെ കളരിയിൽ ഒഴുക്കായിരുന്നു, ഡോക്ടേഴ്സിന്റെ ഒഴുക്കായിരുന്നു. കാരണം ആ സമയമാണ് അവർ മനസ്സിലാക്കിയത് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഈ സാധനം പഠിച്ചതിന്റെ ഉപയോഗം മനസ്സിലായല്ലേ. ഇത് അപ്പോഴും മാത്രമല്ല, ഈച്ച് ആൻഡ് എവരി ടൈം 4 ചുറ്റും പതിഞ്ഞിരിക്കുകയാണ് ശത്രുക്കൾ. ശത്രുക്കൾ സാഹചര്യം കൂടെ നിങ്ങൾ ആ സമയം പിടിക്കും. അവിടെ നിന്ന് ഒരു പേരല്ല മതി ഒരാളെ ബീറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ പഠിപ്പിക്കാൻ വില്ലിങ്ങാൻ നിൽക്കുകയാണ്. കാരണം സമൂഹം എനിക്കറിയാവുന്ന വിദ്യ, ഞാൻ പഠിച്ച വിദ്യ, എൻ്റെ ഗുരുനാഥന്മാർ തന്ന വിദ്യ, ഞാൻ ക്രിയേറ്റീവ് ചെയ്ത വിദ്യ, ഇത് സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഞാൻ പഠിച്ചതൊന്നും കൊണ്ടുപോകത്തില്ല. മരണമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഈ സാധനം ഞാൻ ഈ പറയുന്ന ഓർമ്മശക്തിയും നാളെ ഒരു സമയത്ത് എനിക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താ വേണ്ടത്? അർഹതയുള്ളവർക്ക് ഈ സാധനം ട്രാൻസ്ഫർ ചെയ്യണം. ഇത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നല്ല വിദ്യകൾ. ദാറ്റ്സ് മീൻ early time masters were cautious about their existence. അവരെ നിലനിൽപ്പിനെ പേടിച്ച് നല്ല ബെസ്റ്റ് വിദ്യകൾ മക്കൾക്കും അനന്തരവർക്കും വേണ്ടി മാറ്റിവെക്കും. മക്കൾ പഠിക്കത്തുമില്ല, ശിഷ്യന്മാർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കത്തില്ല. ദ ബെസ്റ്റ് ടെക്നിക് ഡിസപ്പിയർഡ്, നശിച്ചുപോയി. എന്തിനാ? എനിക്ക് എൻ്റെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുക. കർമ്മം ഈ വേണം. അപ്പൊ ഓരോ ഏജ് കാറ്റഗറി അനുസരിച്ച് അവർക്ക് വേണ്ടത് എന്താണെന്നാ കൊടുക്കേണ്ടത്. അല്ല ഞാൻ പഠിച്ച കളറി പോയിട്ട് ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കത്തില്ല. 43 സൃഷ്ടി ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഓരോ ഏജ് കാറ്റഗറി ആ വ്യക്തിയെ നോക്കിയിട്ട് ഇവൻ എന്താ വേണ്ടത്, മെന്റലി ആണോ, ഫിസിക്കലി ആണോ, ടെക്നിക്കലി ആണോ, ഹെൽത്ത് വൈസ് ആണോ, ഡയറ്റ് ആണോ, ഇതെല്ലാം നോക്കി അവർക്ക് വേണ്ടിയുള്ള അഭ്യാസം മാറ്റാൻ നമ്മളെപ്പോലെയുള്ള ഗുരുനാഥന്മാർ ബില്ലിങ് ആവണം. പണ്ട് കാലങ്ങളിൽ എൻ്റെ കാലത്ത് സ്റ്റേജ് മൊത്തം ഡ്രാമയാണ്, നാടകവും കഥാപ്രസവമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഡ്രാമ കാണുന്നുണ്ടോ? സിനിമാറ്റിക്കായി വേറെയായി. കാലഘട്ടം മാറി. അപ്പൊ ഈ കാലഘട്ടം മാറിയത് പലരും അറിയുന്നില്ല. ആ സിസ്റ്റം ഫോളോ ചെയ്യാണ്. അപ്പൊ പലർക്കും അത് പഠിച്ചെടുക്കാൻ കാലതാമസം. 6 വർഷം 7 വർഷം കാൽഡിപ്പ് ചെയ്യാൻ പറ്റുമോ? മേപ്പേര് ചെയ്യാൻ പറ്റുമോ? അവർക്ക് 1 വർഷം 2 വർഷം കൊണ്ട് അഭ്യാസം പഠിക്കണം. അപ്പൊ അവർക്ക് വേണ്ട രീതിയിൽ അഭ്യാസം നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മൾ ഈ പാരന്റ്സ് എല്ലാവരും ഇൻക്ലൂഡിങ്, കുട്ടിയെ മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, പാരന്റ്സ് ഇൻക്ലൂഡിങ്. അവരുടെ കുട്ടികളെ ഓട്ടോ കളരിപ്പേരിൽ കൊണ്ടുവരിക. 1 ആഴ്ച 2 ആഴ്ച മുതൽ 1 മാസം കഴിയുമ്പോൾ അവരതങ്ങ് യൂസ്ഡ് ആയിപ്പോകും. ആ വരുന്ന കുട്ടിയെ ശിഷ്യനായിട്ട് കൺസിഡർ ചെയ്യാതെ എൻ്റെ മകനായി അവനിലോട്ട് ഇറങ്ങിച്ചെന്ന് അവനെങ്കിലും ലിഫ്റ്റ് ചെയ്യണം. അവൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് മാറ്റണം. അല്ലാതെ കളറി അഭ്യാസം ഒരു ചുവടോ ഒരു കൈപ്പോരോ ഹാൻഡ് ഫൈറ്റ് അല്ല. അവർ മനസ്സിനെ ഓട്ടോമാറ്റിക്കായി ചിൽഡ് ആക്കണം, ഉണർത്തണം. നാളെ അവന് കളറി വരാനുള്ള ഇൻട്രസ്റ്റ് ഞാൻ ഇന്നേ ഉണ്ടാക്കി കൊടുക്കണം. ഈ കാലഘട്ടത്തിൽ ഡ്രഗ്സ് കോമൺ പബ്ലിക്കിലെ ഡ്രഗ്സ് കഴിച്ചു കഴിയുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിയന്ത്രിക്കാൻ ഓട്ടോമാറ്റിക് ഇതുപോലെ ഒരു മാർഷൽ ആർട്സ് നമ്മള് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതം. നമുക്കിപ്പം ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഈ പഠിക്കുന്ന സാധനം ഞങ്ങൾ ഓട്ടോമാറ്റിക് ഒരു കുട്ടിക്ക് സിഗരറ്റ് വലിക്കാൻ പാടില്ല അല്ലെങ്കിൽ മദ്യം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ ഓട്ടോമാറ്റിക് ഇത് അധ്യാപകൻ അനുവർത്തിക്കണമെന്നില്ല, നിർബന്ധമില്ല. നല്ല മെസ്സേജ് പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് ആചാര്യൻ എന്താ ചെയ്യുന്നത്? ആചാര്യൻ ഒരിക്കലും നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ആചാര്യൻ്റെ അടുത്ത് അവർ കൂടുതൽ സംസാരിക്കാറില്ല. അവരെ വ്യക്തിപ്രഭാവം കണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടതാണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവരുടെ ആചാര്യം ചെയ്ത് അവൻ ഇത്രയും നാളത്തെ അവൻ്റെ ആ എഫേർട്ട് കൊണ്ട്, ആ വ്യക്തിയുടെ എഫേർട്ട് കൊണ്ട് അവർ മാനസികമായി ശാന്തി ലഭിച്ചു. പക്ഷെ അത് നിങ്ങളെ ശിഷ്യന് മേലിൽ ഒരു സ്വാതന്ത്ര്യവും അവർക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, എന്നെ അനുകരിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാം. 3ാമത് ഗുരുനാഥൻ. അവിടെ ഗുരുനാഥനാണ് ഇമ്പോർട്ടൻറ്റ്. ഭാരതീയത്തിൽ ഒരു ഗുരുനാഥൻ എന്താ പറയുന്നത്? ഒരു ശിഷ്യനെ വാർത്തെടുക്കുന്നത് അവൻ ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസിൽ അവൻ ഇറങ്ങിച്ചെല്ലുന്നു. എല്ലാ കാര്യം, മാനസികം, ശാരീരികം, ഇതെല്ലാം ഇറങ്ങിച്ചെന്ന് അവനെ ഒരു നല്ലൊരു പേഴ്സണലായിട്ട് മാറ്റുന്നു. എന്തിനാ കളരി പേറ്റ് പഠിപ്പിക്കുന്നത്? എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒറ്റ വാക്കി ഞാൻ പറയും, ജീവിതത്തിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും ബൂസ്റ്റപ്പ് ചെയ്യാൻ ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസ്, എഡ്യൂക്കേഷൻ, ഇന്ററാക്ഷൻ, ഫ്രണ്ട് സർക്കിൾ, ഇൻഡോർ ഔട്ട്ഡോർ. ഞാൻ ഈ സംസാരിക്കുന്ന പോലെ എനിക്ക് കളരിയിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈസ് ബെറ്റർ ദാൻ എനി അതർ. അത് അനുഭവിക്കണം, അത് പഠിപ്പിക്കണം. എനിക്ക് ഈ സമൂഹത്തിനോട് പറയേണ്ട ഒരേ ഒരു കാര്യം, സത്യം ഇതെന്താണെന്ന് അറിയത്തില്ല.
കളരിപ്പയറ്റ് പല വേർഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇതല്ല യഥാർത്ഥ കളരി, ഈ രീതിയല്ല. പണ്ട് കാലത്ത് വേറൊരു രീതിയാണ്. അപ്പം നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം ഓരോ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. മാറ്റം എല്ലാത്തിനും അനിവാര്യമാണ്. അതാണ് വളരെ വളരെ പെട്ടെന്ന് പഠിപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, പാരൻസ് ഇതിൽ കുട്ടികളെ മാക്സിമം മണ്ണിലിറങ്ങി മണ്ണിൽ കളിച്ച് വേർത്ത് കുളിച്ച് റിഫ്രഷ് ആവണം. നമ്മൾ ഈ പ്രകൃതി 32 ഡിഗ്രി കാലാവസ്ഥ ഇത് നമ്മൾ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കണം. സാധാരണ ആരോഗ്യവും ഇമ്മ്യൂണിറ്റിയും രണ്ടാണ്. 100 കിലോ വെയിറ്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഒരു പനിയോ ഒരു ജലദോഷമോ പരിസരത്ത് കൂടെ പോയാൽ നമ്മൾ ഓട്ടോമാറ്റിക് ബോഡി പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും, റിയാക്ഷൻ ആവും, ഇമ്മ്യൂണിറ്റി ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ ഓട്ടോമാറ്റിക് ഗ്രാസ് റൂട്ടിൽ കുട്ടികൾ മണ്ണിൽ തന്നെയാണ്. അല്ല AC വീട്, AC കാർ, AC ഫെസിലിറ്റീസ്, അത് നമുക്ക് സുഖമില്ലായിരിക്കുമ്പോൾ ചെയ്യാനുള്ള പ്രൊഫഷനാണ്. മണ്ണിലിറങ്ങണം. ചക്രാസ്, കൈ രണ്ടും ചക്രാസ്, കാല്, ശരീരത്തിന്റെ എല്ലാ ഓർഗൻസിനെയും സ്റ്റിമുലേഷൻ ചെയ്യാം. ജനിച്ച നമ്മൾ ബെയർ ഫുട്ടിൽ ഓട്ടോമാറ്റിക്കലി മണ്ണിലാണ് കളിക്കേണ്ടത്. അതിന്റെ പോരായ്മകൾ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് കുട്ടികളിലെ കമ്പൽസറി കളരിപ്പയറ്റ് ഓട്ടോമാറ്റിക് അസാധ്യമായ റിഫ്ലെക്സ് ആക്ഷൻ വരും, ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വരും. അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇത് എൻ്റെ കളരി വരുന്നത് 4.5 വയസ്സ് മുതൽ 76 വയസ്സ് വരെ ലേഡീസും ജെൻസും ഓട്ടോമാറ്റിക് കളരി വരുന്നുണ്ട്. കാരണം പറയാൻ കാണിച്ചാൽ ഈ ഓരോ കാറ്റഗറിയിലും ഉള്ളൊരു ഓരോ രീതിയിലുള്ള ട്രെയിനിങ് ആണ്. ഈ ഒരു 10 വയസ്സ് 15 വയസ്സ് വരുന്ന കുട്ടികൾക്ക് നമ്മൾ ട്രഡീഷണൽ രീതി പഠിപ്പിക്കാൻ പറ്റും. ഒരു 35-40 കഴിഞ്ഞ വ്യക്തികൾ ഓട്ടോമാറ്റിക് നമ്മൾ അവരുടെ ബോഡി ഒത്തിരി സ്റ്റിഫായിരിക്കും. അവർക്ക് വേണ്ടത് എന്താ? ഹെൽത്തിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു സെൽഫ് ഡിഫൻസ് ടെക്നിക് സ്വായത്തമാക്കുക. അപ്പോൾ അവർക്ക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ കെട്ടി അവർക്ക് അത്രയും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് സ്ട്രെങ്തനിങ് എടുക്കുക, ബോഡി ഫ്ലെക്സിങ് ആക്കുക. ഇൻ കേസ് ഞാൻ 12 വർഷം പഠിച്ച മർമ്മവിദ്യ 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഐ ക്യാൻ യൂസ് 1 finger against your force. ഇത് കളരിയിൽ ഉള്ളതാണ്, പണ്ട് കാലം മുതൽ ഉള്ള സാധനമാണ്. പക്ഷേ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് കാണിക്കുന്നില്ല. ഒരു ഷോ ഓഫ് മാത്രമേ കാണിച്ചു പോകുന്നുള്ളൂ. ഒരു വാൾപ്പയറ്റ്, ഒരു ഉറുമി വീഴ്ച, ഇത് ഷോ ഓഫ്, അതല്ല കളരി. അത് ഇഷ്ടം പോലെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ 100% സാധിക്കും. അത് സ്കൂൾ തലത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോഴാണ് ഓട്ടോമാറ്റിക് എൻ്റെ കാലത്തും പ്രണയമുണ്ട്, ഈ കാലത്തും പ്രണയമുണ്ട്. ഈ കാലത്തെ പ്രണയങ്ങൾ മാത്രമല്ല പബ്ലിക്കിന്റെ മുമ്പിൽ ആൾക്കാരായിട്ട് കത്തിക്കുന്നത്, കുത്തിക്കൊല്ലുന്നത് കുട്ടികളിൽ. കാരണം വെച്ചാൽ മാനസികമായ വൈകൃതങ്ങൾ. ആ വൈകൃതങ്ങളെ എവിടെ പിടിക്കാൻ പറ്റും? ശരീരം അനങ്ങുന്നില്ല. നിങ്ങളുടെ ശരീരം വേസ്റ്റായി ഓട്ടോമാറ്റിക് എനർജി വേസ്റ്റ് ഫീൽ ചെയ്യണം, വേസ്റ്റ് ആക്കണം എനർജി. എങ്കിലേ നമ്മൾ ഫ്രഷ് ആവത്തുള്ളൂ. 24 മണിക്കൂറുള്ള ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങളുടെ ദൈവം തന്ന ഈ അമൂല്യമായ ശരീരത്തെ ക്ലെൻസിങ് ചെയ്യാൻ, റിഫ്രഷ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ സാറേ എന്താ ഇത്ര വിദ്യാഭ്യാസം നേടി പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. ഈ അമൂല്യമായ ശരീരത്തിന് നമ്മൾ ഓട്ടോമാറ്റിക് ക്ലിയർ ചെയ്യുന്നില്ല. അതിന് ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഉദാഹരണം അംബാനി നിങ്ങൾക്ക് ഒരു 5 കോടിയോ 50 കോടിയോ ഓഫർ ചെയ്യാണ്. ഈ 5 കോടി വേണോ? രാത്രി ഉറങ്ങി രാവിലെ ഉണർന്നെണീക്കണമെന്ന് ചോദിച്ചാൽ സാർ എന്ത് പറയും? 50 കോടി ഓഫർ ചെയ്യാനും പറയും എനിക്ക് രാവിലെ ഉണർന്നെണീക്കണമെന്ന് പറയും. പക്ഷെ ഈ പുള്ളി പറയുന്നത് ഇത്രയും കോടിയുടെ ആ വാല്യൂ നമ്മൾ ഈ ദൈവം തന്ന അമൂല്യമായ ശരീരത്തിൽ കാണിക്കുന്നില്ല. ഇന്റേണൽ ഓർഗൻസ് എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, ഹാർട്ട്, ലിവർ, കിഡ്നി എല്ലാം സർജറി ചെയ്ത് മാറ്റാം. അതിനുശേഷമുള്ള ജീവിതം അവരെങ്ങനെ ജീവിക്കുന്നെന്ന് ആ സർജറി കഴിഞ്ഞ വ്യക്തിയോട് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. സ്ട്രഗിൾ ചെയ്ത് ജീവിച്ചു പോയാണ്. അതാണ് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. 1 മണിക്കൂർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഹെൽത്ത് ഈസ് വെൽത്ത്. ഞാൻ സൗന്ദര്യം, ആരോഗ്യം തന്നെയാണ് അതിനപ്പുറം സൗന്ദര്യം ഞാൻ ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല. ഇത് കുട്ടികളിലാണ് ആ ഗ്രാസ് റൂട്ടിൽ വേണം. അത് പാരൻസ്. ഞാൻ കളരി പ്രൊമോട്ട് ചെയ്യുന്ന മെയിൻ കളരി പഠിക്കാൻ നിങ്ങൾ വരൂ. അഭ്യാസം പറഞ്ഞുതരാൻ ഞാൻ വില്ലിംഗ് ആണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അഭ്യാസം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആരോഗ്യം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. ടെക്നിക്സ് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ കോവിഡ് വന്നു, പോസ്റ്റ് കോവിഡ് സൈഡ് എഫക്ട് സിൻഡ്രം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് ലങ്സിലാണ്, അല്ലേ? വന്നവർക്കെല്ലാം ജോയിൻസ് പെയിൻ, മസിൽ പ്രോബ്ലം, ടെൻഷൻ. ഇത് ഓട്ടോമാറ്റിക്. എന്തുകൊണ്ട്? ഇമ്മ്യൂണിറ്റി നമ്മൾ കുറയുന്നവർക്ക് വന്നു, ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക് പ്രശ്നമില്ല. ഇമ്മ്യൂണിറ്റി സിസ്റ്റം ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ബോഡി വെറ്റാവണം. ഇതിൽ നിന്ന് കിട്ടാത്ത ഒന്നുമില്ല കളരിപ്പയറ്റിനകത്ത്. എല്ലാ എലമെന്റും ഉണ്ട്. ലോകത്തിൽ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്സ് ഉണ്ടായി ഇത്രയും വെപ്പൺസ് പഠിപ്പിക്കുന്നത്? ഓരോ വെപ്പൺ പഠിക്കുന്നതോടെ നമ്മൾ ഷാർപ്പ്നെസ് കൂടും, അസാധ്യമായ ഫിയർ മാറും. കോൺഫിഡന്റ്. 1000 പേരെ അടിച്ച് വീട്ടാൻ നിന്നല്ല, കോൺഫിഡൻസ്. എനിക്ക് പറയാനുള്ള സമൂഹത്തിനോടും സ്കൂളുകാരോടും ഓട്ടോമാറ്റിക്കായി മിനിസ്ട്രി ലെവലിലോടും പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ കളരിപ്പയറ്റ് നിങ്ങൾ സ്കൂൾ തലത്തിൽ കമ്പൽസറി ആയിട്ട് ഗ്രാസ് റൂട്ടിൽ അതിൻ്റെ ബേസ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, ബേസ് സ്റ്റേജ്, മെയ് അഭ്യാസം, കാലെടുപ്പ്. ഇത് കളരിയുടെ അവർ വ്യായാമത്തിന് വേണ്ടിയല്ല, ഒരു ഗുരുനാഥന്റെ അണ്ടറിൽ ഗുരുനാഥന്റെ കൈസ്പർശം മനസ്സിലാക്കി അവരിൽ നിന്നും അവർ കമ്മ്യൂണിക്കേഷനിലൂടെ അവരിൽ നിന്ന് അവരെ മൈൻഡ് റിഫ്രഷ് ആക്കി പഠിപ്പിച്ച് അവിടെ നിന്ന് അവരെ അടുത്ത തലത്തിലോട്ട് എത്തിക്കാനുള്ള ഒരു പ്രയാണമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.